യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനുള്ള നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു യശ്വന്ത് വർമ്മ. പക്ഷേ സുപ്രീം കോടതി അനുമതി നൽകുകയായിരുന്നു ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന കാര്യത്തിൽ. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്തിലേക്ക് എത്താം. ഇപ്പോൾ നോട്ടുകെട്ടുകൾ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണ്ടു കിട്ടിയ സംഭവത്തിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നടപടികൾക്കാണ് തുടക്കമായിട്ടുള്ളത്. ഇംപീച്ച്മെന്റിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. യശ്വന്ത് വർമ്മ ഇപ്പോൾ ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്ത് പറയാം. ലോക്സഭയിലെ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എംപിമാർ നൽകിയിരിക്കുന്ന നോട്ടീസ് ഇന്ന് ലോക്സഭാ സ്പീക്കർ സഭയിൽ വായിക്കുകയായിരുന്നു. ഏതായാലും ഇംപീച്ച് നടപടിയിലെ ആദ്യത്തെ നടപടി എന്ന നിലക്കാണ് സ്പീക്കർ ലോക്സഭ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പാലിക്കപ്പെടേണ്ടത്. ഇനി രാജ്യസഭയിലും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. രാജ്യസഭാ വൈസ് ചെയർമാൻ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. ഏതായാലും യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടി പ്രതിപക്ഷത്തും ഭരണപക്ഷം ഒരുമിച്ചാണ് ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച് നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നടക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യത്തെ ഇംപീച്ച്മെന്റ് പ്രമേയം എന്ന് വേണം നമുക്ക് ഇതിനെ പറയാൻ. ആദ്യത്തെ നടപടിക്രമം എന്ന് വേണം നമുക്ക് പറയാൻ. കോൺഗ്രസ് തന്നെ ഇംപീച്ച് ചെയ്യുന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. കപിൽ സിബലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസോടൊപ്പമുള്ള കുറച്ച് എംപിമാർ യശ്വന്ത് വർമ്മയെ അനുകൂലിച്ച് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് കോൺഗ്രസും സി പി എമ്മും ഇക്കാര്യത്തിൽ BJPയുടെ ഒപ്പമാണ്, NDAയുടെ ഒപ്പമാണ്. ഇംപീച്ച്മെന്റ് നടപടിക്ക് ആദ്യം നോട്ടീസ് നൽകിയ ഒന്ന് ഇടതുപക്ഷികളായിരുന്നു. രണ്ടൊരു കാര്യത്തിൽ കോൺഗ്രസാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്. CPM കോൺഗ്രസ് നൽകിയ ഇംപീച്ച്മെന്റ് നോട്ടീസ് പരിഗണനക്കെടുത്തതാണ് നേരത്തെ ഉണ്ടായിരുന്ന രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന്റെ പുറത്തേക്കുള്ള വഴി തെളിച്ചതും ഇന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.